ഹലോ ഫ്രണ്ട്സ്, ടീ ഫാമിലിക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വർക്ക്ഷോപ്പിക്ക് പോകണം. കാക്കുന്റെ ഒരു ഷൂസ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമതൊരു ചിന്തക്ക് വാത്തുന്നില്ല, അതൊരു തൂക്കി. എന്റെ മക്കളെ ചൂടോണ്ട് കണ്ണൂടി തുറക്കാൻ പറ്റില്ല, അമ്മാരി അവസ്ഥയാണ്. ഇമ്മിപ്പം പറഞ്ഞു എന്താ ഞങ്ങൾ വരാം, അത് ഞങ്ങൾ എത്ര നേരം ഇറങ്ങിയിട്ട് തന്നിട്ട് എന്നിട്ട് വണ്ടിന്റെ അടുത്ത് പോയപ്പോ ആരില്ല, ഞാനും കാക്കൊറ്റ. എ സി ഇട്ടിട്ട് കയറിയാലും ചടപ്പാണ്, അതുകൊണ്ട് ആവിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വിൻഡോസ് തുറന്നു. അപ്പൊ അതിന് പുറത്ത് താവേണ്ടി നിൽക്കാൻ വെക്കില്ല. നമ്മളെ വണ്ടി അട്രാജ് ആണെങ്കിലും വെയ്സിൽ നമ്മളെ വണ്ടി സ്കൈലൈനാണ്, അത് മതിയിലടാ. നമുക്ക് പിന്നെന്താ വേണ്ടത്? നമ്മൾ സ്വന്തം മലയാളികൾ ഈ പാലത്തിനിട്ട പേരാണ് പിരാന്തം പാലെന്ന്. അത് സത്യം ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുമാതിരി പിരാന്ത് പിടിച്ച പാലാണ്, അമ്മാരി വലിപ്പാണ്, കുറേ വളവും തിരിവും, കുറേടത്തേക്ക് റൂട്ടുണ്ട്. അതുകൊണ്ട് ഡ്രൈവർമാർക്ക് പിരാന്ത്, ഒപ്പം ആൾക്കാർക്ക് പിരാന്ത് പിടിച്ചു. പിന്നെ ഡ്രൈവർമാർക്ക് പറയേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുന്ന ബാത്റൂമൊക്കെ കണ്ടത്, സഞ്ചരിക്കുന്ന പല സാധനങ്ങളും കണ്ടുക്കുന്നു. എല്ലാവർക്കും ട്രിപ്പൊക്കെ പോകുമ്പോൾ ബാത്റൂമോ പ്രശ്നം ഉണ്ടാവില്ല. ഇയാൾക്ക് എന്നാ ട്രിപ്പ് പോകണം എന്നാ പെരേത്തെ ബാത്റൂം ആണെന്നുള്ള മൈൻഡേക്കും, അതുകൊണ്ടേക്കും ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഇമ്മക്ക് പാകതയിക്കണു, എന്ത് കുട്ടികളെ സാധനം കണ്ടാലും അപ്പൊ ഒരാൾ അവിടെ അതിന്റെ അയാനും അവിടെയും ഇരിക്കണു. അപ്പൊക്കാണ് വണ്ടി പണിക്കിട്ടിട്ടാണ് ഒരു സമാധാനം കിട്ടില്ല, അവിടുന്ന് കണ്ട് പോരില്ല. അപ്പൊ ഇതിന്റെ അടുത്തിനോടത്ത് ഇങ്ങനെ ഇടക്കിടക്ക് പോയി ഇങ്ങനെ നോക്കുക. അപ്പൊ എന്റെ ഇടക്ക് മറ്റേ നമുക്ക് കുട്ടികൾക്ക് ഏതായി തലമങ്ങ് തലോടൂലേ, അതേമാതിരി ഉണ്ട് വണ്ടിന്റെ ബാക്ക് പെയിന്റ് ഇങ്ങനെ പോയി തോണ്ടുന്നു. ഈ ഒരു കോമ്പൗണ്ടിലുള്ള ആക്സറി ഷോപ്പ്, അതേപോലെ വാഷിംഗ് വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ട്. എനിക്കറിയില്ല, ഒരു വീട് എടുക്കുമ്പോൾ ആഫ്കാക്ക് ഇപ്പൊക്കെ പായണു, എനിക്കറിയില്ല ഇവർക്ക് ഇതൊക്കെ പായണേന്ന്. എടാ നമ്മളെ നാട്ടിലത്തെ കൊറോളന്റെ സെയിം സാധനം കളർ ചേഞ്ചിൽ ഇവിടെ ഉണ്ട്. നമ്മൾ ഇതുകൊണ്ടൊന്ന് റോളേക്ക് പോകണം. കൊറോള പിന്നെ എവിടെ കണ്ടാലും നമ്മക്കൊരു ഇതാണ്. അത് റോളേക്ക് പോയി തിരിച്ച് വർക്ക്ഷോപ്പൊക്കെ വന്നു. അതാ നമ്മളെ വണ്ടി പെയിന്റ് അടിച്ചിട്ട് ഉണക്കാൻ വെച്ചു പുറത്ത് വെയിലത്ത്. മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങി. 2 ദിവസം മുമ്പ് ഉണക്കാൻ വെച്ച സോഫ ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല, കുറച്ച് ടൈം എടുക്കും പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ജ്യൂസും കുടിച്ച് ഇങ്ങനെ വൈബ് അടിച്ചിട്ടിരുന്നു അതിനുള്ളിൽ. ഇപ്പം കസിന്റെ വർക്ക്ഷോപ്പ് കേട്ടോ, വേറെ വർക്ക്ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെ വൈബ് അടിച്ചായിരുന്ന തലക്കണ്ട് കിട്ടും. അങ്ങനെ നമ്മളെ വണ്ടി റെഡിയായി, പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനായി സെറ്റായി. ഫെറാറി ലംബോർഗിനി മാത്രമൊന്നല്ല, ഇവിടെ കാണുന്ന ബൈക്കിന്റെ ഓട്ടോറിക്ഷ കാണാൻ. അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ.